നമസ്കാരം. 140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ വോട്ടർമാരെ പ്രേരിപ്പിച്ചെന്ന് പരാതി, പോളിംഗ് ഓഫീസറെ മാറ്റി. സന്ദീപ് വാര്യരും LDF ബൂത്ത് ഏജന്റുമാരും തമ്മിൽ വാക്കുതർക്കം. ശ്രീനന്ദയെ കാണാതായിട്ട് ഇന്നേക്ക് 3 ദിവസം. തിരച്ചിലിനായി 100 അംഗ സംഘത്തെ വിന്യസിച്ചു. ധർമ്മടത്ത് UDF സ്ഥാനാർത്ഥിയെ പോളിംഗ് ബൂത്തിൽ തടഞ്ഞതായി പരാതി. തൃക്കാക്കരയിൽ അഖിൽ മാരാർ തരംഗം. മാധ്യമങ്ങൾക്ക് മനസ്സിലാകില്ല അഖിൽ മാരാർ. താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ വോട്ടർമാരെ പ്രേരിപ്പിച്ചെന്ന് പരാതി, പോളിംഗ് ഓഫീസറെ മാറ്റി. വയനാട് മാനന്തവാടി ചെറുകാട്ടൂരിൽ പോളിംഗ് ഓഫീസറെ മാറ്റി. താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ വോട്ടർമാരെ പ്രേരിപ്പിച്ചു എന്ന പരാതിയിലാണ് നടപടി. ചെറുകാട്ടൂർ സെന്റ് ജോസഫ് സ്കൂളിലെ 199 നമ്പർ ബൂത്തിലായിരുന്നു സംഭവം. കോൺഗ്രസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോളിംഗ് ഓഫീസറെ മാറ്റിയത്. സന്ദീപ് വാര്യരും LDF ബൂത്ത് ഏജന്റുമാരും തമ്മിൽ ബൂത്തിനകത്ത് വാക്കുതർക്കം. തൃക്കരിപ്പൂർ പുത്തിലോട്ട് ബൂത്ത് 137 സംഭവം. കള്ളവോട്ട് ആരോപണവുമായാണ് സന്ദീപ് ബൂത്തിലെത്തിയത്. ബോധപൂർവം പ്രശ്നമുണ്ടാക്കാനുള്ള ശ്രമമെന്ന് LDF പ്രവർത്തകർ പ്രതികരിച്ചു. പോലീസ് ഇടപെട്ടിട്ടും ബൂത്തിൽ നിന്ന് പോകാതെ സന്ദീപ് വാര്യർ അവിടെ തുടർന്നു. കള്ളവോട്ട് ചോദ്യം ചെയ്ത UDF ബൂത്ത് ഏജന്റുമാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്ന് സന്ദീപ് വാര്യർ ആരോപിച്ചു. UDF ഏജന്റ് കള്ളവോട്ട് ആരോപിച്ചതിനെ തുടർന്നാണ് തർക്കം ഉടലെടുത്തത്. വോട്ട് ചെയ്യാനെത്തിയ ആൾ തന്റെ വോട്ട് തന്നെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞതോടെ ബൂത്തിനുള്ളിൽ വാക്കുതർക്കം രൂക്ഷമായി. ശ്രീനന്ദയെ കാണാതായിട്ട് ഇന്നേക്ക് 3 ദിവസം. തിരച്ചിലിനായി 100 അംഗ സംഘത്തെ വിന്യസിച്ചു. കർണാടകത്തിലെ ചിക്കമംഗളൂരിൽ പാലക്കാട് സ്വദേശിയായ 14-കാരി ശ്രീനന്ദയെ കാണാതായ സംഭവത്തിൽ തിരച്ചിൽ സംഘം വിപുലീകരിച്ചു. ബാബു ബുധൻഗിരിയിലെ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപം ചൊവ്വാഴ്ച വൈകിട്ട് 5:30-യോടെയാണ് കുട്ടിയെ കാണാതായത്. മാതാപിതാക്കൾ ഉൾപ്പെടെ 40 അംഗ സംഘത്തിനൊപ്പം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്തു നിന്ന് എത്തിയതായിരുന്നു ശ്രീനന്ദ. 100 പേർ അടങ്ങുന്ന സംഘമാണ് ശ്രീനന്ദയ്ക്കായി തിരച്ചിൽ നടത്തുന്നത്. പാറക്കെട്ടുകൾക്കിടയിലും ചെങ്കുത്തായ ഇറക്കത്തിലും പരിശോധന നടത്തുകയാണ്. ധർമ്മടത്ത് UDF സ്ഥാനാർത്ഥിയെ പോളിംഗ് ബൂത്തിൽ തടഞ്ഞതായി പരാതി. VP അബ്ദുൾ റഷീദാണ് എടക്കാട് പോലീസിൽ പരാതി നൽകിയത്. പരസ്യമായി അസഭ്യം പറയുകയും ശവത്നീനി എന്ന് വിളിച്ചതായും ആരോപണം. മുഴുപ്പിലങ്ങാട് ഭാഗത്തെ 140, 141 ബൂത്ത് സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് സംഭവമെന്നും VP അബ്ദുൾ റഷീദ് ആരോപിച്ചു. തൃക്കാക്കരയിൽ അഖിൽ മാരാർ തരംഗമാണ് നടക്കുന്നതെന്ന് NDA സ്ഥാനാർത്ഥി അഖിൽ മാരാർ. അത് മാധ്യമങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. വോട്ടേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വീടുകൾ കയറി ഇറങ്ങി ക്യാമ്പയിൻ ചെയ്ത ഒരാളാണ് താനെന്നും തന്റെ 5 കിലോ വരെ കുറഞ്ഞെന്നും അഖിൽ മാരാർ പ്രതികരിച്ചു. എല്ലാ ദിവസവും 300 മുതൽ 400 വരെ വീടുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ 500 വീടുകൾ കയറി. വോട്ടിന് നോട്ട് വിവാദത്തിലും അഖിൽ മാരാർ പ്രതികരിച്ചു. മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത വിശ്വസിക്കുന്നില്ല. ശോഭാ സുരേന്ദ്രനൊപ്പം പോയ ഒരാൾ പണം കൊടുത്തെങ്കിൽ ആ മനുഷ്യന് അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയത് ആരാണെന്ന് അഖിൽ മാരാർ ചോദിച്ചു. ഇടതുപക്ഷവും വലതുപക്ഷവും മനുഷ്യരെ മുഴുവൻ ഈ അവസ്ഥയിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു മാറ്റം ജനം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അഖിൽ മാരാർ പറഞ്ഞു.